UAE എന്ന രാജ്യത്തെയും അവിടുത്തെ ഭരണാധികാരികളെയും ലോകരാജ്യങ്ങളിൽ തന്നെ വിശിഷ്ടരാക്കുന്ന ചില പ്രവർത്തനങ്ങളുണ്ട്. UAEയുടെ സാംസ്കാരിക തലസ്ഥാനമായ ഷാർജ ഭരണാധികാരിയുടെ കീഴിൽ ഷാർജ ബുക്ക് അതോറിറ്റി നടത്തുന്ന ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവം. ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൻ്റെ 43ാമത് പതിപ്പിനെ കുറിച്ചുള്ള വിവരങ്ങൾ പങ്കുവെക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വാർത്താ സമ്മേളനം ഒക്ടോബർ 7-ന് ഷാർജ ബുക്ക് അതോറിറ്റി നടത്തി. ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസ്മിയുടെ രക്ഷകർത്തൃത്വത്തിൽ 43ാമത് ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെസ്റ്റിവൽ നവംബർ 6 മുതൽ 17 വരെ ഷാർജ എക്സ്പോ സെൻറ്ററിൽ വെച്ച് നടക്കും. مرحبا بكم في هيئة الشارقة للكتاب أو بالأصح نرحب بكم جميعا في شارقة الكتاب. എല്ലാത്തിൻ്റെയും ഉത്ഭവം ആരംഭമാണ് പുസ്തകം. എല്ലാ മനുഷ്യ നേട്ടങ്ങളുടെയും രാജ്യങ്ങളുടെ ചരിത്രത്തിൻ്റെയും നേട്ടങ്ങളുടെയും റെക്കോർഡാണത്. സമൂഹങ്ങൾ മുന്നേറുമ്പോൾ അവയെ നയിക്കുന്നതും പുസ്തകം തന്നെ. അതുകൊണ്ട് തന്നെ ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് എ ബുക്ക്. ഒരു പുസ്തകത്തിൽ നിന്നും ആരംഭിക്കുന്നു എന്നതാണ് 43ാമത് ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൻ്റെ പ്രമേയം. മൊറോക്കോയാണ് അതിഥി രാജ്യം. 112 രാജ്യങ്ങളിൽ നിന്നുള്ള 2520 പ്രസാധകർ പങ്കെടുക്കുന്ന ചടങ്ങിൽ 400 എഴുത്തുകാർ അവരുടെ ഏറ്റവും പുതിയ കൃതികളിൽ കയ്യൊപ്പ് ചാർത്തും. പുതിയ അറിവുകൾ പകർന്നു നൽകുന്നതിനായി 600 വർക്ക്ഷോപ്പുകൾ നടത്തുന്നു. എല്ലാ പ്രായക്കാർക്കും പ്രയോജനപ്പെടുത്താവുന്ന തരത്തിലുള്ള വൈവിധ്യങ്ങളായ വർക്ക്ഷോപ്പുകളാണ് നടത്തുന്നത്. ഷാർജ ബുക്ക് അതോറിറ്റിയുടെ ഹെഡ് ഓഫീസിൽ വെച്ച് നടന്ന വാർത്താ സമ്മേളനത്തിൽ 43ാമത് ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ സംഘാടകരിൽ നിന്നുള്ള ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. ഷാർജ TV ആൻഡ് റേഡിയോയുടെ ഡയറക്ടർ മുഹമ്മദ് ഹസൻ ഖലാഫ് അൽ മാർവാൻ ഗ്രൂപ്പിന്റെ CEO, UAEയിലെ മൊറോക്കൻ അംബാസിഡർ അഹമ്മദ് അൽ താസി, ഷാർജ ബുക്ക് അതോറിറ്റിയുടെ ചെയർമാൻ അഹമ്മദ് ബിൻ റക്കാദ് അൽ അമേരി, ഷാർജ ബുക്ക് അതോറിറ്റിയുടെ ജനറൽ കോർഡിനേറ്റർ കൗല അൽ മുജൈനി, ഷാർജ ബുക്ക് ഫെസ്റ്റിവലിന്റെ പ്രൊഫഷണൽ കോൺഫറൻസുകളുടെ ജനറൽ കോർഡിനേറ്റർ മൻസൂർ അൽ ഹസനി എന്നിവർ പങ്കെടുത്തു.